ശരിയും തുടരുന്നു. കണക്കിനെ സ്നേഹിക്കുന്ന ബുദ്ധിരാക്ഷസന്മാർക്ക് സ്വാഗതം. ഈ ബ്ലോഗ് നിങ്ങൾക്കുള്ളതാണ്. കൊച്ചിയിലെ ഒരു സംഘം അധ്യാപകരാണ് മാത്തമാറ്റിക്സ് സ്കൂൾ എന്ന ഈ ബ്ലോഗിന് പിന്നിൽ. ക്ലാസ് മുറികളിൽ കണക്കിനെ പേടിച്ചിരുന്ന കാലം ഓർമ്മയുണ്ടോ? ജാമിതീയ രൂപങ്ങളും ട്രിഗണോമെട്രിയും പേടി സ്വപ്നങ്ങളാണെന്ന് പറഞ്ഞ എത്രയോ പേര് നമുക്കറിയാം. അങ്ങനെ ഭീകരരൂപിയാണ് കണക്കെന്ന് വിശ്വസിക്കുന്നവരോട് ഗണിതം എത്ര മധുരമെന്ന് പറയാനാണ് ഈ അധ്യാപകർക്കിഷ്ടം. മാത്സിനോടുള്ള ഇവരുടെ ഇഷ്ടം മുഴുവനായി അറിയണമെങ്കിൽ www.mathematicschool.blogspot.com എന്ന ബ്ലോഗ് സന്ദർശിക്കണം. ഗണിതശാസ്ത്ര പ്രേമികളുടെ ഇഷ്ട സങ്കേതമായി വളർന്നു കഴിഞ്ഞ ഈ ബ്ലോഗിൽ ഇതിനകം സന്ദർശിച്ചിട്ടുള്ളത് 2 ലക്ഷത്തിലേറെ പേരാണ്. ദിവസം തോറും 4000-ലേറെ പേർ ഈ ബ്ലോഗ് സന്ദർശിക്കാറുണ്ടെന്നും ഇവർ പറയുന്നു. എടവനക്കാട് SDPY KPM ഹൈസ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപകനായ KG ഹരികുമാറും എടവനക്കാട് HIHSS-ലെ ഗണിതശാസ്ത്ര അധ്യാപകനായ VK നിസാറുമാണ് ഈ ബ്ലോഗിന്റെ പിറവിക്ക് പിന്നിൽ. IT സ്കൂൾ ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു 1 വർഷം മുമ്പ് ബ്ലോഗ് തുടങ്ങിയത്. അധ്യാപകരെ മാത്രമല്ല, കുട്ടികളും അതേപോലെ രക്ഷിതാക്കളും IT പ്രൊഫഷണൽസും അടക്കമുള്ള ആളുകൾ ഇതിൻ്റെ സന്ദർശകരായിട്ടുണ്ട്. ഇതിൻ്റെ വളർച്ചയിൽ ഞങ്ങൾക്ക് നിർണായകമായിട്ടുള്ള കുറേ സേവനങ്ങളൊക്കെ ചെയ്തു തരുന്നവരുണ്ട്. പ്രത്യേകിച്ച് അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട അമേരിക്കയിൽ ഗൂഗിളിൽ വർക്ക് ചെയ്യുന്ന ഉമേഷ് P. നായർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിലെ പ്രസിദ്ധീകരിക്കപ്പെട്ട പസിലുകളെല്ലാം സമാഹരിച്ചുകൊണ്ട് ഒരു പുസ്തകം തയ്യാറാക്കി. കണക്കിനെ സ്നേഹിക്കുന്ന ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ബ്ലോഗിനെ വൻ വിജയമാക്കുകയായിരുന്നു. അവർക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഗവൺമെൻറ് ഉത്തരവുകൾ, സർക്കുലറുകൾ, അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഇതെല്ലാം ഞങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ട് ഈ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ ലിങ്കിലൂടെ കൊടുക്കാറുണ്ട്. അതുകൂടാതെ ലിനക്സ്, അപ്പോൾ സ്കൂളുകളിലെല്ലാം സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ GNU ലിനക്സിന് വേണ്ടിയിട്ട് ഒരു പേജ് തന്നെ നീക്കി വെച്ചേക്കാണ്. ആദ്യകാലത്ത് ഹരികുമാറും നിസാറും മാത്രമായിരുന്നു ബ്ലോഗിൽ പസിലുകൾ എഴുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ സംസ്ഥാനം ഒട്ടുക്കുമുള്ള നിരവധി അധ്യാപകർ ഇവർക്ക് കൂട്ടായുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പരീക്ഷാ രീതി ഏതാണ്ട് മാറിക്കഴിഞ്ഞു. വളരെ ഓപ്പൺ ചോദ്യങ്ങളാണെന്ന് പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ പരീക്ഷാ ഹാളിലിരുന്ന് കുട്ടി ഒരു പരിധിവരെ അവിടെ ഇരുന്ന് ചിന്തിക്കുകയും അതിന് അവിടെ ഇരുന്ന് ഉത്തരം കണ്ടെത്തുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഉദാഹരണമായി ഇപ്പോൾ കഴിഞ്ഞ മോഡൽ എക്സാമിനേഷനിൽ ചില ചോദ്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. അപ്പം അതിന് ഒരു ധാരാളം അത്തരം മാതൃകകൾ കുട്ടിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനു മുൻപ് പാഠപുസ്തകത്തിന് പുറത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ വരുന്നുമുണ്ട്. അവിടേക്കാണ് നമ്മുടെ ഈ ബ്ലോഗിൻ്റെ വിജയം നിലനിൽക്കുന്നത്. ഇംഗ്ലീഷ് വേർഷൻ വേണമെന്ന് പലയിടത്തു നിന്നും ആവശ്യമുയർന്ന പശ്ചാത്തലത്തിൽ ഇതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഇവർ. കൊച്ചിയിൽ നിന്നും വിശാഖ് വാര്യർക്കും സജിത്തിനുമൊപ്പം അഞ്ജു രഞ്ജിത്ത്, ഏഷ്യാനെറ്റ് ന്യൂസ്. അത് സിറ്റി ടൈം അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സിറ്റി ടൈം